ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് കേരളത്തിൽ ഇങ്ങനെ ഒരു 10-30 മഹല്ലുകൾ ഒന്നിച്ച് മുജാഹിദുകൾ മാത്രം ജീവിക്കുന്ന പ്രദേശമുണ്ട് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അഭിമാനപൂർവ്വം അത് കേൾക്കാറുണ്ട്. പക്ഷേ എവിടെയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു, അടുത്തറിവില്ലായിരുന്നു. പിന്നീട് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായി വന്നപ്പോഴാണ് എടത്തനാട്ടുകാരുടെ പ്രദേശത്തെ സംബന്ധിച്ച് കേൾക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നവോത്ഥാനത്തിൻ്റെ യാഥാസ്ഥിതിത്വത്തിൽ നിന്ന് ഈ സമൂഹത്തെ പ്രബോധനത്തിലൂടെ മോചിപ്പിച്ചെടുക്കുന്ന സമഗ്രമായ പ്രവർത്തനത്തിൽ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ കേന്ദ്രീകരിച്ചുകൊണ്ട് നാടെങ്ങും ദഅവത്ത് നടന്നിരുന്ന കാലഘട്ടം, പറപ്പൂർ അബ്ദുൽ ഇമാം മൗലവിയെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകൾ, ആ ആളുകളുടെ സേവനത്തിൻ്റെ ഫലമായി, അവരുടെ ബോധവൽക്കരണത്തിൻ്റെ ഫലമായി നാടാകെ ആകർഷിക്കുകയും ഇതിൻ്റെ പിന്നിൽ അണിനിരക്കുകയും ചെയ്ത ആവേശോജ്വലമായ ചരിത്രമാണ് എടത്തനാട്ടുകരക്കുള്ളത്. പാലക്കാട് ജില്ലയിൽ അത് മാത്രമല്ല, പിന്നീട് അവിടുന്ന് അങ്ങോട്ട് പല പ്രദേശങ്ങളും ആകർഷിക്കപ്പെടുകയുണ്ടായി. ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരുപാട് സംഭവങ്ങൾ പാലക്കാട് ജില്ലക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന് നൽകാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് അല്പം ശബ്ദ തടസ്സം മറ്റ് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. പക്ഷെ ഞാൻ ഓർക്കുകയാണ്, പാലക്കാട് മുജാഹിദ് സമ്മേളനം, ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന രംഗത്ത് ഉജ്ജ്വലമായ അധ്യായമാണ്. ഈ ചരിത്രപ്രസിദ്ധമായ ഈ നഗരി ആ സമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ആവേശത്തോടുകൂടെ അതിൻ്റെ യുവജന പ്രവർത്തന രംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന ഞങ്ങളുടെ കൂട്ടായ്മ, അന്നുള്ള ഞങ്ങളുടെ കൂട്ടായ്മ ഇന്ന് KNMൻ്റെ നേതൃത്വത്തിൽ അതിൽ പലരുമുണ്ട്, പലരും നമ്മോട് വിട്ടുപിരിഞ്ഞു പോയി. ആ ഒരു വർഷവും ആ ഒരു കാലഘട്ടവും അന്നത്തെ പ്രത്യേകതയുമെല്ലാം നാം ഓർക്കണം. ഈ പ്രസ്ഥാനത്തെ, ഇവിടുത്തെ പത്രലോകത്തിന്, ഇവിടുത്തെ ഭരണകൂടത്തിന്, ഇവിടുത്തെ ഔദ്യോഗികമായ ജിഹകൾക്ക്, ഇവക്കെല്ലാം ഈ പ്രസ്ഥാനത്തെ വീർപ്പടക്കി പിടിച്ചുകൊണ്ട് അടുത്തറിയാൻ ലഭിച്ച സന്ദർഭമായിരുന്നു ആ മഹത്തായ 4 ദിവസങ്ങൾ. കോട്ടമൈതാനി നിറഞ്ഞു കവിഞ്ഞൊഴുകിയ ജനസഞ്ചയം ഈ മഹാപ്രസ്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരു അധ്യായമായി നിലനിൽക്കുകയാണ്. ഈ കഴിഞ്ഞ 10 സമ്മേളനങ്ങൾ കഴിഞ്ഞിട്ടും ആ സമ്മേളനത്തിൽ പങ്കെടുത്തതുപോലെ നമ്മുടെ സ്ത്രീകളുടെ സാന്നിധ്യം മറ്റൊരു സമ്മേളനത്തിലും ഉണ്ടായിട്ടില്ല എന്നാണ് ആ 10 സമ്മേളനങ്ങളിലും പങ്കെടുത്ത എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അനുഭവത്തിലൂടെ കാണാൻ കഴിയും. നിർഭയമായി, അന്ന് ഒരു പ്രത്യേക സാഹചര്യമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ഒരു പേടിപ്പെടുത്തുന്ന അവസ്ഥയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യമായതിന് ശേഷം സമാധാനപ്രേമികളായ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ, മതേതരത്വ കാഴ്ചപ്പാടുള്ള ആളുകൾ, ലോകത്ത് തന്നെ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിന് ഇത്ര സ്വാതന്ത്ര്യം നൽകിയ ഒരു ഭരണഘടന കൊണ്ട് അനുഗ്രഹീതമായ ഒരു പ്രദേശം, ഈ ഒരു സ്വതന്ത്രമായ രാജ്യം, എന്ത് വിശ്വസിക്കാനും എന്ത് ആചരിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം, ഏത് മതവിശ്വാസികൾക്കും തുല്യമായ അവകാശവും അധികാരവും അംഗീകാരവും പ്രബോധന സ്വാതന്ത്ര്യവും നൽകുന്ന
തുല്യതയില്ലാത്ത ഒരു ഭരണഘടന, അതനുസരിച്ച് പോകുന്ന ഒരു നാട്ടിൽ, രോമാഞ്ചം കൊള്ളിക്കുന്ന ചരിത്രങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ഒരു നാട്ടിൽ അന്ന് ആ സമ്മേളനത്തിൻ്റെ തൊട്ട് മുമ്പ് നാം പ്രഖ്യാപിച്ചതിൻ്റെ പ്രചരണം, അതിൻ്റെ പ്രവർത്തനം സജീവമായി നടക്കുന്ന സന്ദർഭത്തിലാണ് ദുഃഖകരമായ ബാബരി മസ്ജിദ് തകർച്ചയുണ്ടായി. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, അത് ഓർമ്മപ്പെടുത്തേണ്ടതല്ല. ഒരു കളങ്കിത ചരിത്രമാണത്. അത് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ആ സമ്മേളനം കഴിഞ്ഞാൽ ദിവസങ്ങൾ മാത്രമുള്ള മുജാഹിദ് സമ്മേളനം, അത് ഇവിടെ ഭയാനകമായ പ്രക്ഷുബ്ധമായ വടക്കേ ഇന്ത്യയിൽ നൂറുകണക്കിന് ആളുകളുടെ രക്തസാക്ഷിത്വത്തിന് അല്ലെങ്കിൽ മരണത്തിന് കാരണമായിട്ടുള്ള ദുഃഖകരമായ സംഭവമാണ് അന്ന് നടന്നത്. അത് ഓർക്കാൻ പോലും നമുക്ക് ഇന്ന് ന്യായീകരണമില്ല, ആവശ്യമില്ല. പാടില്ലാത്തതായിരുന്നു, അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. നടത്തിയവർക്ക് തന്നെ ഖേദമുള്ളതാണ്. അങ്ങനെയുള്ള ആ കറുത്ത അധ്യായം നടന്ന ആ സംഭവം നടന്ന അതിന് തൊട്ട് ദിവസങ്ങളിലാണ് മുജാഹിദ് സമ്മേളനം പാലക്കാട് ചേരുന്നത്. സന്തോഷത്തോടുകൂടെ അതിൻ്റെ പ്രചരണത്തിലായിരുന്നു ഞങ്ങളെല്ലാം. ആ സന്ദർഭത്തിലാണ് ഞാൻ ഇന്നും ഓർക്കുന്നു, മലപ്പുറം ജില്ലയുടെ ഒരു കിഴക്കൻ മൂലയിൽ പ്രചരണാർത്ഥം ഞങ്ങൾ ISMൻ്റെ കുട്ടികൾ, ചെറുപ്പക്കാർ ഒരു തോണി കടന്ന് പോകുന്ന സന്ദർഭത്തിലാണ് ഈ വാർത്ത കേൾക്കുന്നത്. സ്തംഭിച്ചു പോയി. നാം മാത്രമല്ല, കേരളം, ലോകം തന്നെ സ്തംഭിച്ച ഒരവസ്ഥയാണ്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ആ സംഭവം നടന്നത്, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത്. ഞാൻ ആ ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ഓർമ്മ കൊണ്ടുവരികയല്ല. പക്ഷേ ഇന്ത്യയിൽ നല്ല മനുഷ്യർ, എന്നും സമാധാന പ്രേമികൾ, എന്നും ലോകത്തിന് മാതൃക കാണിച്ച ഒരു രാജ്യം, സഹിഷ്ണുതയിലൂടെ ക്ഷമയിലൂടെ എല്ലാം സഹിച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പരാജയപ്പെടുത്തി ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിൽ പിന്നെ ഉള്ള അഭിമാനകരമായ അതിൻ്റെ മുന്നോട്ടുള്ള ഗതിക്ക് ലോകത്ത് ഏറ്റവും ഭൗതികമായി സൃഷ്ടിക്കപ്പെട്ടതിൽ ഏറ്റവും മഹനീയമായ ഭരണഘടന രചിച്ച് ഏത് മതം വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള, തുല്യാവകാശം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കോടിക്കണക്കിനുള്ള മനുഷ്യർ, ലോകത്തെ ജനസംഖ്യയിൽ ഏറ്റവും ഔന്നിത്യത്തിൽ നിൽക്കുന്ന ഒരു രാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എല്ലാവരും തുല്യരായി കാണുന്ന ഒരു മഹത്തായ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഇങ്ങനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളാണ്, എണ്ണപ്പെട്ട ദിവസങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് കോട്ടമൈതാനിയിൽ ചേരാൻ നിശ്ചയിച്ചിട്ടുള്ള ആ 4 ദിവസം നീണ്ടു നിൽക്കുന്ന മുജാഹിദ് സമ്മേളനം. അതിൻ്റെ പ്രവർത്തകരായ ഞങ്ങൾ സ്തംഭിച്ച് നിൽക്കുകയാണ്. എല്ലാവരും വന്ന് ഞാൻ അതിൻ്റെ അവസാനത്തെ ചർച്ച ഞാൻ ഓർക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഈ വാർത്ത കേട്ടത് മുതൽക്ക് മുജാഹിദ് സെൻ്ററിൽ ഒരുമിച്ച് കൂടി. കേട്ടവർ പാഞ്ഞു വന്നു. മഹാനായ KP മുഹമ്മദ് മൗലവിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നു. AP ഉണ്ട്, അലി അബ്ദുൽ മദനിയുണ്ട്, അഹമ്മദ് അലി മൗലവിയുണ്ട്. എല്ലാം ചിന്തിക്കാനും അതുപോലെ തീരുമാനങ്ങൾ എടുക്കാനും കഴിവുള്ള വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവരും പാഞ്ഞെത്തി നിറഞ്ഞു നിൽക്കുകയാണ്. ഒരൊറ്റ ആലോചനയേ ഉള്ളൂ, പാലക്കാട് സമ്മേളനം അത് ഈ സാഹചര്യത്തിൽ നടത്തണോ വേണ്ടേ? ഒരു സംഘടനയുടെ ബൗദ്ധികമായ പുരോഗതി,
അതിൻ്റെ ചിന്താപരമായ മാന്യമായ അവസ്ഥ, ഒരു എല്ലാം എതിരായ സാഹചര്യം, അതിൽ ഈ സമ്മേളനം അന്ന് വളരെ മഹത്തായ പ്രമേയം വെച്ചുകൊണ്ട് മനുഷ്യ സൗഹാർദ്ദത്തിന് ആഹ്വാനം ചെയ്യുന്ന ആ പ്രമേയം വെച്ചുകൊണ്ട് ഈ യോഗം നടത്തണോ വേണ്ടേ ചർച്ചയാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു, എല്ലാവരും അഭിപ്രായം പറഞ്ഞു. പലരും സമ്മേളനം നിർത്തിവെക്കാൻ തീരുമാനിച്ചു, പറഞ്ഞു, ഉറക്കെ ഊന്നി പറഞ്ഞു. യുവാക്കളും അതിലുണ്ട്. നേതൃത്വത്തിലുള്ള ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞു. പക്വമതിയായ KP മുഹമ്മദ് മൗലവി അതിന് നേതൃത്വം നൽകിക്കൊണ്ട് എല്ലാവരും പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടു. ഒരു തീരുമാനത്തിലെത്താതെ നിൽക്കുകയാണ്. ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു മികവും അതിൻ്റെ ചിട്ടയും അത് വളർത്തിയെടുത്ത ഒരു സമൂഹത്തിൻ്റെ അനുസരണവും അത്ഭുതകരമായി പ്രത്യക്ഷപ്പെട്ട നിമിഷമാണ് തൊട്ടടുത്തുണ്ടായത്. സമ്മേളനം നടക്കണം എന്ന് ഒരു ചെറിയ വിഭാഗം നിർത്തിവെക്കുകയാണ് വേണ്ടത് എന്ന ഭൂരിപക്ഷം അഭിപ്രായങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. യുവാക്കളുണ്ട്, വൃദ്ധരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ഉമറാക്കളുണ്ട്, സാധാരണക്കാരുണ്ട്. അവരെല്ലാം അനിഹാൾ റോഡിലെ മുജാഹിദ് സെൻ്ററിൻ്റെ പടവുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അന്നേരം അവിടെ ഒരു അഭിപ്രായം വന്നു. നമ്മൾ ഈ അഭിപ്രായ വ്യത്യാസവുമായി ഭിന്ന അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കരുത്. നമ്മളെല്ലാവരും നിൽക്കും. നമ്മുടെ പ്രസിഡന്റ് വരുന്നുണ്ട്, നമ്മുടെ നേതൃത്വം എന്താണോ പറയുന്നത് അതിനെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാവുക. അതാണ് തീരുമാനം. യോജിപ്പിലെത്താനും ഏകീകരിച്ച അഭിപ്രായത്തിലെത്താനും കഴിയാത്ത ഒരു സന്ദർഭത്തിൽ അന്നത്തെ മഹാനായ പ്രസിഡന്റ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഈ വാർത്ത കേട്ടിട്ട് കോഴിക്കോട് മുജാഹിദ് സെൻ്ററിലേക്ക് വരികയാണ്. അദ്ദേഹത്തിൻ്റെ വാഹനം നിൽക്കേണ്ട താമസം. എല്ലാവരും പൊതിഞ്ഞുകൂടി. ചെറുപ്പക്കാരും മുതിർന്നവരും പണ്ഡിതന്മാരും ഉമറാക്കളും എല്ലാം അദ്ദേഹത്തെ ഒരുമിച്ചു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വിഷയം അവതരിപ്പിച്ചു. എല്ലാവരുടെ അഭിപ്രായവും ആ മഹാനായ ചിന്തകൻ മനുഷ്യൻ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി, ഞങ്ങളുടെ ചെറുപ്പക്കാരുടെ എല്ലാം മുഖത്തേക്ക് നോക്കി. എന്നിട്ട് സാധാരണ നിലക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം നമുക്ക് നടത്തുകയല്ലേ. ആ ഒരു ചോദ്യം തക്ബീർ ചൊല്ലി എല്ലാവരും സ്വീകരിച്ചു. അഭിപ്രായ വ്യത്യാസം അവസാനിച്ചു. വാചാലമായി നടത്തരുതെന്ന് പറഞ്ഞവരും നടത്തുകയാണ് നല്ലതെന്ന് പറഞ്ഞവരും എല്ലാവരും ഒരു നേതൃത്വത്തിൻ്റെ അഭിപ്രായം ആ സന്ദർഭത്തിൽ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് അവരെ ബോധവൽക്കരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഒന്നായിട്ട് ഏകണ്ഠമായി തക്ബീർ ചൊല്ലിക്കൊണ്ട് അവിടുന്ന് അങ്ങോട്ട് പിരിയുകയും അവിടുന്ന് ബാക്കിയുള്ള ദിവസങ്ങളിൽ അള്ളാഹുവിൽ തവക്കുലാക്കി ആ സമ്മേളനത്തിന് വേണ്ടി ഒരുങ്ങിയത് ഞാൻ ഓർക്കുകയാണ്. ഏറ്റവും അപകടകരമായ സൂചനകൾ വർഗീയമായ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സമാധാനത്തോടുകൂടെ ജീവിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിൽ കുത്തിവെക്കപ്പെട്ട ഒരു സന്ദർഭം. സമാധാനത്തിൻ്റെ സന്ദേശവുമായി മനുഷ്യ സൗഹാർദ്ദത്തിനാണ് മതം എന്ന മതത്തിൻ്റെ ഉദാത്തമായ സന്ദേശം, അതിൻ്റെ ആഹ്വാനം, അത് നാടിനടന്തരം കവലകൾ തോറും എല്ലാ ഉൾനാടുകളിലും വളരെ പ്രചണ്ഡമായ പ്രചരണം പിറ്റേ ദിവസം മുതൽക്ക് നടന്നു. ഓരോ ദിവസവും ഈ സമ്മേളനം സംസാര വിഷയമായി. ആഭ്യന്തര വകുപ്പിൽ ചർച്ച വന്നു. ആ സമ്മേളനം നിർത്തിവെക്കാൻ ഉന്നതരായ അന്ന് ആദരണീയനായ കരുണാകരൻ സാറാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി.
അദ്ദേഹത്തോട് ബന്ധപ്പെട്ടു. ഞങ്ങൾ നിർത്തിവെക്കാനാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇടപെട്ടു. ഞാനിത് ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? പാലക്കാടിൻ്റെ ധവളിമയാർന്ന ആ ചരിത്രം നിങ്ങൾ ദഅ്വ രംഗത്ത് ഓർക്കണം. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹായികളായി ഉണ്ടോ എങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അതാണ് നമുക്ക് മാതൃകയാകേണ്ടത്. നമ്മുടെ വീട്ടിൽ ഒട്ടേറെ നമ്മളെ വിഷമിപ്പിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അള്ളാഹുവിൽ തവക്കുലാക്കുക. നമ്മുടെ വ്യക്തിപരമായി ഉണ്ടാകും, രോഗബാധിതരായിട്ടുണ്ടാകും, നമ്മുടെ ജീവിതത്തിന് നഷ്ടങ്ങളുണ്ടാകും, ഭൗതികമായ ജീവിതത്തിൽ ഒട്ടേറെ പരീക്ഷണങ്ങൾ ഉണ്ടാകും, രോഗമുണ്ടാകും, എല്ലാം ഉണ്ടാകും. ആ സമയത്ത് അള്ളാഹുവിൽ തവക്കുലാക്കാൻ നമ്മോട് ആജ്ഞാപിച്ചിരിക്കുന്നു. ആ തവക്കുലാണ് നമുക്ക് പ്രചോദനം, അതാണ് നമുക്ക് പ്രോത്സാഹനം. ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് എഴുന്നു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത് ആ തവക്കുല് കൊണ്ടാണ്. നിങ്ങൾ വീട്ടിലെ കൊച്ചു കാര്യങ്ങൾ മുതൽക്ക് നിങ്ങളുടെ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങൾ വരെ നിങ്ങൾക്ക് അവലംബിക്കാനുള്ളത് അള്ളാഹുവിലാണ്, പടച്ച തമ്പുരാനിലാണ്. ആ അർപ്പണ ബോധമാണ് ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. അത് അള്ളാഹുവിൽ തവക്കുലാക്കി അവൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുത്താൽ അവൻ നമ്മെ സഹായിക്കും. അള്ളാഹു അങ്ങനെയുള്ളവരുടെ കൂടെയാണ് ഉണ്ടാവുക. ഈ ഉറച്ച വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആ മഹാസമ്മേളനത്തിൻ്റെ സന്ദേശം അതിനു മുമ്പോ അതിന് പിമ്പോ ഉള്ള സമ്മേളനങ്ങൾക്ക് കേരളത്തിൽ നൽകാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു മഹാസമ്മേളനം നടന്ന ആ മണൽത്തരികളിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ, അന്നത്തെ പ്രവർത്തകന്മാർ, അന്നത്തെ ചെറുപ്പക്കാരായ പലരും പ്രായമായി ഞാനിവിടെ കാണുന്നുണ്ട്. ആവേശോജ്വലമായ ജീവിതത്തിലെ അധ്യായമായിരുന്നു അത് ഈ കോട്ട മൈതാനിയിലാണ്. ഇതിനെ ചുറ്റിപ്പറ്റി വിശ്വാസികളുടെ കൂട്ടായ്മ. നാം ഒരു പെരുമ നടിക്കുന്ന ആളുകളല്ല. ഒരാളെങ്കിലും നമ്മുടെ ദഅവത്ത് കൊണ്ട് നേരായ മാർഗത്തിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് ലോകത്ത് മറ്റേതൊരു സമ്പാദ്യത്തെക്കാളും അനുഗ്രഹീതമാണ് എന്ന് വിശ്വസിക്കുന്ന നാം ഇന്ന് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ചു. മുജാഹിദ് പ്രസ്ഥാനം വിമർശിക്കപ്പെടുന്നുണ്ട്, എന്നും വിമർശിക്കപ്പെടുന്നു. പക്ഷേ ആ വിമർശനത്തെ പ്രതീക്ഷയോടുകൂടെയാണ് നാം കാണുന്നത്. വിമർശിക്കുന്നവനെ എതിർക്കുന്നതിന് പകരം വിമർശനത്തിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുകയും അത് തിരുത്താനും ആ വിമർശന വിധേയമായ കാര്യത്തിൻ്റെ നന്മതിന്മകളെ പരലോകത്തെ രക്ഷാശിക്ഷകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആലോചിക്കുവാനും അല്ലാഹു തആല നമുക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട്. അതനുസരിച്ചാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും തളർച്ചയുമെല്ലാം ഉണ്ടാകുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ അന്ന് ആ സമ്മേളനത്തെക്കുറിച്ച് ഓർത്തത് മനുഷ്യ സൗഹാർദ്ദത്തിനാണ് മതം എന്നുള്ളത്. ആ സന്ദേശം അതിൻ്റെ പിറ്റേ ദിവസം മുതൽക്കുള്ള അവിടുത്തെ മാധ്യമ വാർത്തകളും ബുദ്ധിജീവികളായ ആളുകളുടെ അംഗീകാരങ്ങളും ഈ പ്രസ്ഥാനം എത്രമാത്രം അനുഭവിച്ചു എന്നറിയാമോ? ഭരണകൂടങ്ങൾ, ഇവിടുത്തെ അന്നത്തെ മുനിസിപ്പാലിറ്റി, ഇവിടെയുള്ള ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്തിരുന്ന എല്ലാ ആളുകളും, ഭരണകൂടത്തിലെ ആണ് മുഖ്യമന്ത്രി മുതൽ അന്ന് ഡൽഹിയിൽ അദ്ദേഹം നിന്നുകൊണ്ട് അരമണിക്കൂർ തോതിൽ ഇവിടെ ഈ മൈതാനത്തുള്ള നമ്മുടെ അനുപാതികളോ നമ്മുടെ ഗുണകാംക്ഷികളോ ആയ ഭരണകർത്താക്കൾ ഇവിടെ തമ്പടിച്ചുകൊണ്ട് ക്യാമ്പ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയുമായി, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹവുമായി, സെൻട്രൽ മിനിസ്ട്രിയുമായി
എല്ലാം നിരന്തരമായി ബന്ധപ്പെടുത്തിക്കൊണ്ടിരുന്നത് ആ മഹത്തായ സന്ദർഭങ്ങൾ ഞാൻ ഓർക്കുകയാണ്. എത്ര അനുഗ്രഹങ്ങൾ! ഓരോ യോഗം ചേരുമ്പോഴും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന നിർദ്ദേശമാണ് ലോ ആൻഡ് ഓർഡറിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ പരമാവധി കുറക്കണം, പങ്കെടുക്കരുത് എന്നാണ് നമുക്ക് നിർദ്ദേശം വന്നത്. ഈ സമാധാന അന്തരീക്ഷത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കറുത്ത കൈകൾ സമ്മേളനം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ഇവിടെ പ്രവർത്തിച്ചു. വർഗീയമായ ആളുകളെ ഇളക്കി വിടുന്ന ലഘുലേഖകൾ വന്നു. നമ്മുടെ പന്തലിൻ്റെ ചുറ്റുഭാഗത്ത് നോട്ടീസുകൾ വിതരണം ചെയ്തു. അപശബ്ദങ്ങൾ ഉണ്ടായി. പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് സമാധാനപരമായി ഇത്രയേറെ വനിതകൾ പങ്കെടുത്ത കേരളത്തിലെ ഒരു സമ്മേളനം കാണാൻ കഴിഞ്ഞിട്ടില്ല, പിന്നീടും ഉണ്ടായിട്ടില്ല. അത്ര സമാധാനപരമായി മനുഷ്യ സൗഹാർദ്ദത്തിനാണ് മതം. ആ സന്ദേശം വേരുറക്കുന്ന തരത്തിലുള്ള പ്രബോധനം ആ സമ്മേളനത്തിലൂടെ നടന്നു. മറക്കാൻ സാധിക്കുമോ നമുക്ക് ആ സമ്മേളനം? അതിൻ്റെ പ്രമേയങ്ങൾ, അതിൻ്റെ സംഘാടകർ, മഹാനായ KP അടക്കമുള്ള ആളുകൾ മരിച്ചുപോയി. അവരെ എല്ലാം അല്ലാഹു തആല അനുഗ്രഹീതമായ സ്വർഗത്തിൽ പ്രവേശിക്കുമാറാട്ടെ. നമുക്ക് ചെയ്യാനുള്ളത് അതാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഈ പ്രസ്ഥാനം ഇവിടെ എന്തെല്ലാം തിന്മകളുണ്ടോ ആ തിന്മകളോട് എതിരാണ്. പക്വമായ നിലക്ക് ബോധവൽക്കരണം നടത്തി ആ തിന്മയിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തുകയാണ് ഈ സമ്മേളനത്തിൻ്റെ ഉദ്ദേശം. ഈ സംഘടന അതിനാണ് നിലനിൽക്കുന്നത്. അതിൻ്റെ പ്രമേയങ്ങളും അതാണ്. ഇവിടെയും നിങ്ങൾ നോക്കൂ, വർഗീയതക്കെതിരുള്ള ബോധവൽക്കരണമാണ്. ഇന്നും നമ്മളിവിടെ ഒരുമിച്ച് കൂടിയ സന്ദേശം അതാണ്. ജനങ്ങൾ വെറുതെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് പോലും അറിഞ്ഞുകൂടാ ഇങ്ങനെ ഒന്നുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സമാധാനത്തിൻ്റെ സന്ദേശമാണത്. അത് മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, മുസ്ലിങ്ങളെ ജീവിതത്തിൽ പകർത്തിയിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ മനസ്സിലാക്കുകയില്ല. അതുകൊണ്ടാണ് ഏത് ചലനങ്ങളെയും നാവെടുത്ത് വിമർശിക്കുന്നതിനും എതിർക്കുന്നതിന് പകരം അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് വ്യക്തി മുതൽ സമൂഹം വരെയുള്ള സമാധാനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. വർഗീയതക്കെതിരെ ഏറ്റവും ശക്തമായി നിലനിൽക്കേണ്ട സന്ദർഭമാണ്. ഞാൻ ഓർക്കുകയാണ്, മുജാഹിദ് പ്രസ്ഥാനം ഈ രംഗത്ത് എന്തുമാത്രം സഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് നിങ്ങൾ ഓർക്കണം. സമാധാനത്തിൻ്റെ സന്ദേശമാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്ന പദത്തിൻ്റെ തന്നെ അർത്ഥം അതാണ്. മുസ്ലിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സമാധാനമാണ് പറയുന്നത്. അവർ പുഞ്ചിരിച്ചു കൊണ്ടാണ് നേരിടുന്നത്. മുസ്ലിങ്ങളെ മാത്രമല്ല, ലോകത്ത് ആരെ കാണുമ്പോഴും സമാധാനത്തിൻ്റെ സന്ദേശമാണ്. ഏത് ബഹളത്തിൻ്റെയും കുഴപ്പത്തിൻ്റെയും നടുവിൽ സലാം എന്ന സന്ദേശം, ആ സലാമിലൂടെ, സമാധാനത്തിലൂടെ ഞങ്ങൾ നയിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ജീവിക്കുന്ന പ്രബോധകരാണ് നമ്മുടെ രംഗത്തുണ്ടാകേണ്ടത്. വികാരജീവികളല്ല. ഇന്ന് ലോകത്ത് നോക്കൂ നിങ്ങൾ, നമുക്ക് ചില കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. മുസ്ലിം സമൂഹം ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്, വികാരജീവികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കണ്ടില്ലേ ഒരു ഹിജാബിൻ്റെ പ്രശ്നം. ഒരു കുട്ടിയുടെ വിദ്യാർത്ഥി ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നാട്ടിൽ, ഒരു സ്കൂളിൽ ഒരു യാദൃശ്ചിക സംഭവം അതിനെ പെരുപ്പിച്ച് വലുതാക്കി ഇവിടെ വർഗീയമായ ഒരു ഉറഞ്ഞുതുള്ളൽ ഇവിടെ പ്രതീക്ഷിക്കുന്ന കക്ഷികൾ എന്തെല്ലാം ചെയ്തു നോക്കി, സാധിച്ചു? ഏത് ഭാഗത്താണ് ജനങ്ങൾ വിജയിച്ചത്? വൈകാരികമായി അതിനെ കണക്കിലെടുത്തുകൊണ്ട് വരുന്നവർക്ക് പിന്തുണ നൽകാതെ സമാധാനത്തിൻ്റെ മാർഗത്തിൽ അത് ഒത്തുതീർപ്പാക്കുന്നതിനും അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ജനങ്ങളെ മനസ്സിലാക്കുന്നതിനും നമ്മുടെ സാധാരണ ജനങ്ങളും ഭരണകൂടവും, ഞാനത് പ്രത്യേകമായി അടിവരെ ഇടുകയാണ്, ഭരണകൂടവും അതിൽ ചൂഷണം ചെയ്യാൻ ഒരുങ്ങിയില്ല. അത് അങ്ങനെ കെട്ടടങ്ങി.
അത് കെട്ടടങ്ങാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. എന്നും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകണം, സമാധാന ഭംഗം ഉണ്ടാകണം. ഏത് സന്ദർഭത്തിലും വർഗീയ വികാരങ്ങൾ കുത്തിവിടുകയാണ്. നമുക്കൊന്നും അറിഞ്ഞുകൂടാത്ത വർഗീയതയാണ് ഇസ്ലാമിൻ്റെ പേരിൽ പറഞ്ഞുണ്ടാക്കുന്നത്. അത് നമ്മൾ ദീർഘമായി അതിനെ സംബന്ധിച്ച് മറുപടി പറയേണ്ടതുണ്ട്. പക്ഷെ വേണ്ട, എല്ലാം കേട്ടും സഹിച്ചും വിവരമില്ലാത്തത് കൊണ്ട് പറയുകയാണ്, എൻ്റെ സമുദായത്തിന് നീ പൊറത്തു കൊടുക്കണേ എന്ന് തൻ്റെ ശത്രുക്കളോട്, തന്നെ വധിക്കാൻ വന്നവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രവാചകനാണ് നമുക്കുള്ളത്. തന്നെ കല്ലെടുത്തെറിഞ്ഞപ്പോൾ ആ രക്തമൊലിക്കുന്ന കാലിൽ നിന്ന് അത് തുടച്ചു മാറ്റിക്കൊണ്ട് എന്ന് പ്രാർത്ഥിച്ച പ്രവാചകനാണ്. ഒരാളെങ്കിലും പിൻഗാമികളിൽ വിശ്വാസിയായി മാറിയാൽ അതാണ് ഇതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് എന്ന് അവരെ പഠിപ്പിച്ച പ്രവാചകനാണ്. ലോകത്ത് താൻ ജീവിച്ച കാലഘട്ടങ്ങളിൽ മഹാസിംഹഭാഗവും വഹ്യ് ലഭിച്ചതിന് ശേഷവും മർദ്ദനങ്ങളും അക്രമങ്ങളും പീഡനങ്ങളും ഏറ്റ പ്രവാചകനാണ്. എല്ലാ സ്ഥലങ്ങളിലും അഭിവാദ്യം മുതൽക്ക് ജീവിതം മുഴുവൻ സമാധാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിച്ചതാണ്. അതാണ് ഇസ്ലാമിൻ്റെ സന്ദേശം. വികാരജീവികളല്ല. എന്നിട്ട് എന്തെല്ലാമോ പറയുക. ഇപ്പം നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ വർഗീയത, അതുപോലെ വാഹനത്തിൽ നമ്മൾ സഞ്ചരിക്കുന്നിടത്ത്, നമ്മുടെ തൊഴിലിടങ്ങളിൽ, എല്ലാ സ്ഥലത്തും വർഗീയത കൊണ്ട് മലിമസമാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് വിജയിക്കുന്നില്ല. എന്താണ് അർത്ഥം? ഇവിടുത്തെ മഹാഭൂരിപക്ഷം അതിനെതിരാണ്. എല്ലാ മതങ്ങളിലുമുള്ള സമാധാന കാംക്ഷികൾ അവരാണ് ഭൂരിപക്ഷമുള്ളത്. അവരുടെ വാക്കുകളാണ് ഇവിടെ വിജയിക്കുന്നത്. അതുകൊണ്ടാണ് സമാധാനം നിലനിൽക്കുന്നത്. വർഗീയതക്കെതിരെ നാം ഒരു കൂട്ടായ്മ വേണം. അത് ഒരു മതത്തിൻ്റെ ആളുകൾ ആ മതത്തിൻ്റെ ദർശനങ്ങൾ പ്രബോധനം ചെയ്ത് ഉത്ബുദ്ധരാക്കുന്നതും അതോടൊപ്പം മത രംഗത്തുള്ള വിശ്വാസികളുടെ കൂട്ടായ്മ, എല്ലാ മതങ്ങളിലുമുള്ള വിശ്വാസികൾ അവരാണ് മഹാഭൂരിപക്ഷം. അതുകൊണ്ടാണ് ഇവിടെ തിന്മ വിജയിക്കാത്തത്. ആ ഒരു കൂട്ടായ്മ അനിവാര്യമാണ്. ഇവിടുത്തെ മതേതര ജനാധിപത്യം എന്ന് പറയുന്ന ലോകത്ത് ഇന്ന് ഭൗതികമായി നിലനിൽക്കുന്ന ഏറ്റവും ഉത്തമമായ സംവിധാനം നിലനിൽക്കാൻ നാം എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. എല്ലാ മതവിശ്വാസികളും നാം എങ്ങനെയായിരുന്നോ ഇവിടെ വളർന്നു വന്നത്, ജീവിച്ചത്, അത് കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സജീവമായി നല്ല നിലക്ക് നിലനിൽക്കുന്നത്. തമിഴ്നാട്ടിലും കർണാടകയിലും അല്പാൽപമായി നിൽക്കുന്നുണ്ട്. വടക്കേ ഇന്ത്യയിൽ വളരെ കരാളമായ ദംശനമാണ് ഈ രംഗത്ത് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ പർവ്വതീകരിച്ച് വൈകാരികമായി അവതരിപ്പിക്കുന്നതിന് പകരം അതിനെതിരിൽ മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ ജനങ്ങൾ മതേതരത്വത്തെ സംരക്ഷിക്കുന്നതിന് വർഗീയ കാഴ്ചപ്പാടില്ലാതെ മനുഷ്യൻ എന്നുള്ള ചിന്തയോട് കൂടെ സമാധാനത്തിന് വേണ്ടിയുള്ള കൂട്ടായ്മ വേണം. ആ ബോധവൽക്കരണമാണ് വേണ്ടത്. ഇവിടെ ഇന്നും മഹാഭൂരിപക്ഷം ആ ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ്, നല്ലവരാണ്. അതിനെ നിലനിർത്തുന്നതിൽ, ആ ഐക്യത്തെ നിലനിർത്തുന്നതിലും വർഗീയത കുറ്റിയിളക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരിൽ ആരോഗ്യകരമായ പ്രതിരോധം സൃഷ്ടിക്കാൻ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ട അതിമഹത്തായ ഒരു സന്ദർഭമാണിത്. പ്രതിസന്ധി ഘട്ടമാണെങ്കിൽ പോലും ബോധവൽക്കരണം. ഇപ്പോൾ എനിക്കറിയാം, ഈ വർഗീയതക്കെതിരിൽ നിന്ന് ഏറ്റവും അധികം ശബ്ദിക്കുന്ന എഴുത്തുകാർ, പ്രാസംഗികർ, ബോധവൽക്കരണം നടത്തുന്നവർ എല്ലാം മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല. എല്ലാ നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കൾ, അവരിലെ മഹാഭൂരിഭാഗവും ഐക്യത്തെയും യോജിപ്പിനെയും മതസൗഹാർദ്ദത്തെയും അവർ ആഗ്രഹിക്കുന്നു. ഈ മൂല്യത്തെ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. വർഗീയതക്കെതിരെയുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കണം. അവിടെ എല്ലാവരും ഒന്നിച്ച് മാതൃകാപരമായി ഇതുവരെ നിന്നതുപോലെ അതിനേക്കാൾ കൂടുതൽ
ശക്തമായ കൂട്ടായ്മ, വർഗീയവാദത്തിനെതിരിൽ, സങ്കുചിത മനോഭാവങ്ങൾക്കെതിരിൽ, നമ്മുടെ മഹത്തായ ഭരണഘടനയ്ക്ക് തുരങ്കം വെക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ഒറ്റപ്പെടുത്താൻ നാം ഒന്നിക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ മൂല്യവത്തായ ദർശനങ്ങൾ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിൽ നിങ്ങൾ സമയം കാണണം. ഇതര മതവിഭാഗങ്ങളുമായി സൗഹൃദം പങ്കിടുന്നതിനും ഇതുവരെ നമ്മുടെ മുൻഗാമികൾ സ്വീകരിച്ച മഹത്തായ മാതൃക ഒന്നുകൂടി ശക്തമായി ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഈ അപകടകരമായ വർഗീയ വീക്ഷണവും കാഴ്ചപ്പാടും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള ചേരിചേരലും അതിനെതിരിലുള്ള ഒരു കൂട്ടായ്മയാണ് ഇവിടെയുള്ള നല്ല മനുഷ്യർ, മതവിശ്വാസികളും സ്വതന്ത്ര ചിന്തയുള്ളവരും എല്ലാവരും തമ്മിലുള്ള അതിമഹത്തായ ഒരു കൂട്ടായ്മ നാട്ടിനെയും നാട്ടുകാരെയും രക്ഷിക്കാൻ സാന്ദർഭികമായി രൂപം കൊള്ളണം എന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ദൈവികമായി നമുക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.